കാര്യം. ഈ അജി കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ പ്രവാസികൾക്കൊക്കെയും ഇന്നലെ ഒരു ഉറങ്ങാൻ കഴിയാത്ത രാത്രി ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇവിടെയൊക്കെയും വലിയ ആശങ്കയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ വിമാനത്താവളങ്ങളിലൊക്കെ മണിക്കൂറുകൾ ആളുകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ജോലി ആവശ്യങ്ങൾക്കായൊക്കെ പോയവർക്ക്, ജോലി അങ്ങനെ പോലും അത്യാവശ്യങ്ങൾക്കൊക്കെ പോയവർക്ക് യാത്ര മുടങ്ങി ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ഭയപ്പാടൊക്കെ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇന്നിപ്പോൾ വെടിനിർത്തൽ നിങ്ങൾക്കൊരാശ്വാസം, അങ്ങനെ ഒരു ആശ്വാസ ഫീലിംഗ് ആണോ നൽകുന്നത് അജി? ഗൾഫ് മേഖലയിൽ മറ്റൊരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉടലെടുക്കുന്നു. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വിഷയം മാത്രമായിട്ടായിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത്. പെട്ടെന്ന് വളരെ പൊടുന്നതിന് തന്നെ അതിനകത്തേക്ക് ഖത്തറിലേക്ക് മിസൈലുകൾ വരുന്നു എന്നുള്ള വാർത്ത പടക്കുന്നു. പിന്നെ നമുക്കറിയാലോ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു വാർത്ത വന്നാൽ അത് വളരെ ഭീകരമായിട്ട് ചിത്രീകരിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ധാരാളം ഉള്ളതുകൊണ്ട് പലപ്പോഴും പെട്ടെന്ന് അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ പേടിച്ചു പോയി. അത് സത്യം തന്നെയാണ് എല്ലാവരും. അപ്പോ ആ പേടിയുടെ ഒപ്പം തന്നെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം, കുറച്ചു കാലമായിട്ട് എയർ ഇന്ത്യയിലേക്കുള്ള, അതല്ലെങ്കിൽ കേരളത്തിലേക്കും ഇന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന വിമാനങ്ങളെല്ലാം പിൻവലിക്കുകയും 20-30 വിമാനങ്ങൾ നിർത്തലാക്കുകയൊക്കെ ചെയ്ത സമയത്ത് എയർ ഇന്ത്യയെ സംബന്ധിച്ച് മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ ഒരു തേങ്ങ വീണൊരവസ്ഥയായി. അപ്പൊ അവരെല്ലാവരും അതോടുകൂടിയിട്ട് മൊത്തം ഫ്ലൈറ്റുകളും നിരോധിച്ചു. ആളുകൾ ആകെ പരിഭ്രാന്തരായി. നാട്ടിൽ എത്തേണ്ട ആളുകൾ പരിഭ്രാന്തരായി. നാട്ടിലുള്ളവർ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു. പലരും എത്രയും പെട്ടെന്ന് മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നാട്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അത്തരം പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. കാരണം യുഎഇനെ സംബന്ധിച്ച് കുവൈറ്റ് വാർ നടന്നിരുന്നു. ആ കുവൈറ്റ് വാറിൽ ഒത്തിരി സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ജോലി സംബന്ധമായും പല ആളുകൾക്കും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഒരു വളരെ ശാന്തമായി ജീവിക്കുന്ന, വളരെ ശാന്തമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തെ കുറിച്ച് യുദ്ധം എന്ന് പറയുന്നത് പോലും തന്നെ അത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അടുത്തത് യുഎഇ എന്നൊക്കെ തന്നെയാണ് പലർക്കും. യുഎഇയിലും അമേരിക്കയുടെ ബേസ് ഉണ്ട്. അപ്പോൾ ഇറാൻ യുഎഇയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ പരിഭ്രാന്തപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് ഇന്നും കൂടെ ഉള്ളൂ, ഇന്നും നാളെയും കൂടെ ഉള്ളൂ സ്കൂൾസ് എല്ലാം. അത് കഴിഞ്ഞാൽ സ്കൂൾസ് ഒക്കെ ലോങ് ടേം ഒരു അവധിയാണ്. അപ്പൊ അതിലേക്ക് പോകാനായിട്ട് ആൾക്കാർ തയ്യാറെടുക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു. അത് മാളുകളിലാണ്. അപ്പൊ അടുത്തത് യുഎഇയിലേക്ക് ഇതേപോലെ ആക്രമണം ഉണ്ടാവും, മിസൈലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പരിഭ്രാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ വളരെ ദൈവം സഹായിച്ച് മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ യുദ്ധം സമാനമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മള് മുക്തിയായി. അപ്പോ അതിന് രാജ്യങ്ങളിലെ നേതാക്കളോട്, ഈവൻ യുഎഇയിലെ നേതാക്കളോട്, ഖത്തറിലെ നേതാക്കളോട്, അവരെല്ലാം പരസ്പരം ഒത്തുചേർന്ന് പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. കാരണം എയർ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ, എയർ ഇന്ത്യയുടെ ഒരു അവസ്ഥ നമ്മൾ സൂചിപ്പിച്ചല്ലോ. അപ്പൊ വിമാനയാത്രയാണ് ഇതിനകത്ത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ഇനി 3-4 ദിവസത്തേക്ക് അതിന്റെ താളം മൊത്തം തെറ്റിക്കിടക്കുകയാണ്. ആ ക്രമം മൊത്തം പോയി. ഇനി ആ ക്രമത്തിലേക്ക് തിരിച്ചു വരാനും ആ ട്രാക്കിലേക്ക് തിരിച്ചു വരാനും ഒത്തിരി സമയമെടുക്കും. പ്രവാസികൾ യുദ്ധം എന്നുള്ള ഭീതിക്ക് ശേഷം വരാൻ പോകുന്നത് വിമാനത്താവളത്തിലേക്ക് അവർ പോകുന്നതും വിമാനത്താവളത്തിൽ അവർ കെട്ടിക്കിടക്കുന്നതും, അതിനെല്ലാം ഇനി പറയാൻ പോകുന്ന ഒറ്റ ഉത്തരം യുദ്ധം എന്നുള്ളതാണ്. അപ്പൊ യുദ്ധം ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധം നടന്നിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇനി ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ഇനി വിമാനങ്ങൾ വൈകാനുള്ള ഇടയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രവാസികളെ സംബന്ധിച്ച്, നമ്മൾ യാത്ര പോകുന്നവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിമാനത്താവളത്തിലേക്ക് വിളിച്ചു ചോദിച്ച് വിമാനത്താവളത്തിൽ വിമാനം പുറപ്പെടുന്ന സമയം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പോവുക എന്നുള്ളത് അവിടെയാണ്. ശരി, എന്തായാലും ഇപ്പോൾ യാത്ര മുടങ്ങിയതും മറ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും ഒക്കെയാണ് പ്രവാസികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയ കാര്യം എന്നതാണ് മനസ്സിലാകുന്നത്. ശ്രീ രഞ്ജിത്ത്